ട്രെയിനിങ് രംഗത്ത് നിന്നാണ് ട്രേഡിംഗ് രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ എന്തായിരുന്നു അത്? അങ്ങനെ അതിൻ്റെ ബേസിക് കാരണം എന്ന് വെച്ചാൽ ട്രെയിനിങ്ങിന് അന്ന് ഞങ്ങൾ മെഷീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പാലക്കാട്, കോയമ്പത്തൂർ ആ സൈഡിൽ നിന്നാണ്. ആ സമയത്ത് ഇവിടെ വന്നിട്ട് ആ മെഷീനെ സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മെഷീൻ കേടായി കിടന്നാൽ ഒരു മാസത്തോളം കിടക്കും. ഒരു എഞ്ചിനീയറെ കണ്ടു കിട്ടണം. ഒരു എഞ്ചിനീയർ അവിടുന്ന് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ നിന്നൊക്കെ വിളിച്ചൊരു എഞ്ചിനീയർ വന്ന് അത് സപ്പോർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു മാസം പിടിക്കും. അപ്പോൾ ഞങ്ങൾ 1-2 എഞ്ചിനീയർമാരെ ഞങ്ങൾ പരിശീലനം കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം പല ആൾക്കാർക്കും സപ്പോർട്ട് സർവീസും കൊടുക്കാൻ വേണ്ടി വന്ന് പലരും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം 93 ഈ റീജിയനിൽ വേറെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളതൊരു ബിസിനസ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം അത് ഞങ്ങൾക്കും ആവശ്യം വന്നു, ഞങ്ങൾക്ക് പരിചയമുള്ള പല ആൾക്കാർക്കും ഇതിൻ്റെ റിക്വയർമെൻറ്റ് വന്നു. ആ സമയത്ത് ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നിന്ന് ഒരു ട്രേഡിംഗ് വിങ് വേറെ ഞങ്ങൾ തുറന്നു. അത് ഇൻസ്റ്റിറ്റ്യൂഷനും ട്രേഡിംഗ് വിങ്ങും വന്ന ഒരു യൂണിറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ഒറ്റ കമ്പനി തന്നെയായിട്ടാണ് പോകുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രെയിനിങ്ങും ട്രേഡിംഗ് രംഗത്ത് വളരെ ശ്രദ്ധേയമായി മുന്നോട്ട് പോകുന്നു. മലബാറിൽ കാലിക്കറ്റിലും ട്രേഡിംഗ് രംഗത്ത്, കാര്യം ട്രെയിനിങ് കാലിക്കറ്റില്ല, ട്രേഡിംഗ് രംഗത്ത് ഏത് മേഖലയാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്? അത് രണ്ടും ഒരുപോലെ എന്ന് പറയാതിരിക്കാൻ മാർഗ്ഗമില്ല. കാരണം എന്ന് വെച്ചാൽ ട്രെയിനിങ് രംഗത്ത് ഞങ്ങൾ ആദ്യം ട്രെയിനിങ്ങിൽ ഞാൻ തന്നെ ട്രെയിനറായിരുന്നൊരു ടൈമുണ്ട്. ആ സമയത്ത് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി അവർ തിരിച്ച് വന്നിട്ട് ഞാൻ അവിടെ ആ ജോലി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഇവിടുത്തെ പഠനം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടായി എന്ന് ആ കുട്ടികളിങ്ങനെ പറയുന്ന സമയത്ത് എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, നല്ല സംതൃപ്തിയുണ്ട്. കുറച്ചു കാലം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പോകാനുള്ളൊരു സാധ്യത, വേറെ വലിയ അവസരങ്ങൾ കിട്ടും, ഗൾഫിലൊക്കെ ചാൻസ് കിട്ടും, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ചാൻസ് കിട്ടുന്ന സമയത്ത് പോകും. പക്ഷേ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരുണ്ട്. അത് ഈ പോകുന്നവരും ആത്മാർത്ഥമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതുകൊണ്ട് പോകുന്നതാണ്. ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ക്ലയൻസാണ്, അവർ ത്രൂ ആണ് ഞങ്ങളുടെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ബേസിക്കലായിട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ HP-യുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്, കോമ്പാക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നല്ല കമ്പനികളുടെ ഓതറൈസ്ഡ് ഡീലർമാരാണ്. അപ്പോൾ ആ കമ്പനികളൊക്കെ ഞങ്ങളുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ HP-ആയിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോവാണ് ഈ അവധിക്കാലത്ത്. HP10 IT ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ടൊക്കെ അവരായിരിക്കും പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം HP-ഒക്കെ ഞങ്ങളെ വല്ലാതെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാംസും ക്യാമ്പയിനിങ്ങിനൊക്കെ ആയിട്ട്. മാത്രമല്ല അവർ 2007 മറ്റേ അവരുടെ ബെസ്റ്റ് റീറ്റെയിലറായിട്ട് നമ്മളെ റിവാർഡ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൽ നടന്ന അവരുടെ കോൺഫറൻസിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് HP-യുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ പരിചയപ്പെടാനും അവരൊക്കെ ചെയ്യുന്ന മോഡ് ഓഫ് ക്യാമ്പയിനിങ് അല്ലെ മാർക്കറ്റിംഗ് ഒക്കെ മനസ്സിലാക്കാനുള്ള സ്റ്റഡി ചെയ്യാനും സാധിച്ചു. ഈ ട്രേഡിംഗ് രംഗത്ത് ഏറ്റവും കൂടുതൽ അവാർഡുകളും നിങ്ങളെ തിരക്കി വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രോത്സാഹനങ്ങൾ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ബെസ്റ്റ് എൻ്റർപ്രനർ അങ്ങനെയുള്ള ഒട്ടനവധി അവാർഡുകൾ കമ്പനീസിൻ്റേതായിരുന്നു, മറ്റുള്ള എന്തൊക്കെയാണ് അത്? എനിക്ക് ഏറ്റവും വില മതിപ്പ് തോന്നിയ ഒരു അവാർഡെന്ന് പറഞ്ഞാൽ HP 2006 ബെസ്റ്റ് റീറ്റെയിൽ അവാർഡ് അവർ കൊച്ചിയിൽ വെച്ച് തന്നു. മാത്രമല്ല അതിൻ്റെ പാർട്ടായിട്ട് അവർ ഇംഗ്ലണ്ടിൽ അവരുടെ കോൺഫറൻസിൽ വേൾഡ് കോൺഫറൻസിൽ വിളിക്കുകയും അവിടെ വെച്ചിട്ട് HP-യുടെ കേരളത്തിലെ ബെറ്റർ റീറ്റെയിൽ എന്നുള്ളൊരു അവാർഡ് നമുക്ക് തരികയും ചെയ്യും. അതുപോലെ Acer കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലം നമ്മൾ ഏറ്റവും ബെസ്റ്റ് റീറ്റെയിലർ എന്നുള്ള രീതിയിൽ നോർത്ത് കേരളയിലെ ബെസ്റ്റ് റീറ്റെയിലർ അവാർഡ് തന്നു. ലാസ്റ്റ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അവരൊരു സ്വിഫ്റ്റ് കാർ തന്നു ഒരു ഗിഫ്റ്റായിട്ട്. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ എങ്ങനെയാണ് അത് തരണം ചെയ്യുക? പ്രതിസന്ധികൾ എന്താ വെച്ചാൽ ഒന്നത് ബേസിക്കലി ഞാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. കാരണം ഏത് കാര്യത്തിനും ഇതിനപ്പുറത്തൊരു നല്ല കരയുണ്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തോന്നാറില്ല, പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതിനപ്പുറത്തൊരു പ്രതീക്ഷാജനകമായ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നാൻ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല അത് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഏത് വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്തും അത് കഴിയുന്ന സമയത്ത് എനിക്ക് എന്നെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം മുന്നിലുണ്ടാവും. ഒരുപക്ഷെ ഗൾഫിൽ പോകാനുള്ള ചാൻസ് അത് വേണ്ടെന്ന് വെക്കുകയും ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് തുടക്കത്തിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഉണ്ടായ ക്രൈസസ് എങ്ങനെ നോക്കിയാലും ഗൾഫിൽ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും ബ്രാഞ്ചസുകളെ ഈ ട്രേഡിംഗ് ആയിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നാലും എങ്ങനെ മാനേജ് ചെയ്യുന്നു? എല്ലാ യൂണിറ്റിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഓരോ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ട്രെയിനിങ് രംഗത്താണെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് ട്രെയിനിങ് അല്ലെങ്കിൽ കണ്ണൂർ കാഞ്ഞങ്ങാട് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്ത ഒരാൾ അതിൻ്റെ പാർട്ണറാണ്. അപ്പോൾ ആളാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഒരു പാർട്ണർ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് റൺ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്, അയാൾക്ക് അതിൻ്റെ സാലറി ഉണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഷെയറിങ് മാത്രമാണ്. അപ്പം ഇയാളുമായിട്ട് ഞാൻ ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു ദിവസം ഇരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ആയിട്ട് ഇയാളുമായിട്ട് ഇരിക്കും, ഇരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഡയറക്ഷനും അയാൾ തരുന്ന ഫീഡ്ബാക്കും പിന്നെ ഡെയിലി ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. ഈ ബ്രാഞ്ചസുകളിലെല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട്? എല്ലാ ബ്രാഞ്ചും വിസിറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും മിക്കവാറും.
അത് പിന്നെ ഒരു വൺസ് ഇൻ എ മന്ത് എല്ലാ ബ്രാഞ്ചും ഏത് ബ്രാഞ്ചിലും പോകാതിരിക്കും. തിരക്കേറിയ ഈ ഒരു ബിസിനസ് ജീവിതത്തിൽ ഫാമിലിയുടെ സപ്പോർട്ട് എത്രമാത്രം? ഒരു ഫാമിലി എന്ന രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. കാരണം നമുക്കവിടെ ഫാമിലിയിൽ ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി. എംപ്ലോയീസിൻ്റെ കാര്യം എടുക്കാം. എംപ്ലോയീസ് ഏതൊരു വ്യവസായത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വിജയത്തിന് തൊഴിലാളികൾ പ്രധാനമായ പങ്കുവഹിക്കുന്നു. അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ഏൺ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് താങ്കളും, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കൂടെ പോകുന്നത്, അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ, അവരാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അവരുമായിട്ടുള്ള എത്രത്തോളം റിലേഷനാണ്? അത് നമ്മളന്ന് തുടങ്ങിയ സമയത്ത് തന്നെ, സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് അവനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പോലെ തന്നെയാണ്, അവർ സ്ഥാപനത്തെ കണ്ടതും അവരുടെ സ്ഥാപനം പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഓരോ എംപ്ലോയിയും അയാൾ ലോങ് റണ്ണിൽ നിൽക്കുന്ന, വളരെ ചുരുക്ക കാലഘട്ടത്തിലേക്ക് വരുന്ന ആൾക്കാരല്ല, ലോങ് റണ്ണിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ സ്ഥാപനം എൻ്റെതാണെന്നൊരു ഫീൽ അവർക്കുണ്ട്. പിന്നെ മാത്രമല്ല ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഈ സ്റ്റാഫായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ ഇതിനകത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ച കൂട്ടുകാരെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റാഫിനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. ഇതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നു? കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലും ഇപ്പം വളരെ ടഫ് കോമ്പറ്റീഷനാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ സാധാരണ പലചരക്ക് കടകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലചരക്ക് കടയ്ക്ക് പകരം സൂപ്പർ മാർക്കറ്റ് വന്നു, അല്ലെങ്കിൽ പിന്നെ എന്താണ് മാർജിൻ ഫ്രീ മാർക്കറ്റ് വന്നു. അപ്പം നമ്മൾ ഒന്നെങ്കിൽ പലചരക്ക് കട ക്ലോസ് ചെയ്യണം, എന്നിട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പലചരക്ക് കടയ്ക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അത് മാത്രമേ സ്കോപ്പുള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുകൂലമായ കുറേ സാഹചര്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു ചെയിൻ ഷോപ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും ഇവരെ പോലെ തന്നെ കുറച്ചും കൂടെ വോളിയം പർച്ചേസ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. രണ്ടാമത് കമ്പ്യൂട്ടർ റീറ്റെയിൽ ചെയ്യുന്നതിനപ്പുറത്ത് ടെക്നോളജി സൈഡിൽ ധാരാളം പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം കോർ ബാങ്കിങ് സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ഇപ്പം റിലയൻസ് IT ഇൻഡസ്ട്രിക്കകത്ത് വന്നിട്ടുണ്ട്, ടാറ്റ IT ഇൻഡസ്ട്രിക്കകത്ത് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഈ റീജിയണിലെ റെപ്രസെൻറ്റ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഡാറ്റയിലും വോയിസിലുള്ള എല്ലാ സൊല്യൂഷൻസും റിലയൻസിൻ്റെ കയ്യിലുണ്ട്. റിലയൻസിൻ്റെ ഈ റീജിയണിൽ ഞങ്ങളാണ് റിലയൻസിൻ്റെ ഈ റീജിയണിലെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ നമുക്ക് കുറേ അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ന്യൂമറസ് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ധാരാളം കാര്യങ്ങൾ മറ്റുള്ളവരെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അത് ഒരു ഷോപ്പിൽ വെച്ച് റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് ടെക്നോളജിയാണ്. അപ്പോൾ ടെക്നോളജി ഇമ്പാർട്ട് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ടെക്നിക്കൽ എക്സ്പേർട്ട് ആണെന്ന നിലയിലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെക്നോളജി ടീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ റീറ്റെയിലിംഗ് എന്നുള്ള ആ ഒരൊറ്റ സബ്ജക്റ്റിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. കാരണം ഇപ്പം ഞങ്ങൾ എമേഴ്സൺ എന്ന് പറഞ്ഞൊരു പവർ പ്രോഡക്ട്സ് കമ്പനിയുടെ കാലിക്കറ്റ് ബിസിനസ് പാർട്ണറാണ്. അപ്പോൾ അവരുടെ മീറ്റിങ്ങിനകത്ത് പോകുമ്പോൾ അവർ ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞാണ്, അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ UPS ആണ്, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നുള്ള സാധനമാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ്. അവരുടെ മീറ്റിങ്ങിനകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ UPSഉം വിൽക്കുന്നുണ്ട് എന്നാണ്. ഞങ്ങൾ UPSഉം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ഫോക്കസ് UPS അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. UPSഉം വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കമ്പനി ഓൾട്ടുഗദർ ആൾക്കാരെല്ലാം അറിഞ്ഞിരുന്നത് അവരൊരു UPS കമ്പനി എന്ന രീതിയിൽ മാത്രമാണ്. പറഞ്ഞാൽ ഞങ്ങൾ UPSഉം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം വേറെ ധാരാളം പ്രൊഡക്ട്സിനകത്തേക്ക് പുതിയ ടെക്നോളജിക്കകത്ത് ഇപ്പോൾ അവർ കണ്ണൂർ ജില്ലാ ബാങ്കിൻ്റെ ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കുന്ന എമേഴ്സൺ ഡാറ്റാ സെൻറ്റർ ബിൽട്ടപ്പ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ പിന്നെ പറശ്ശിനിക്കടവിലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൽ അതിന് വേണ്ട പിന്നെ പവർ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നവരാണ്. അപ്പോൾ UPS അല്ലാത്ത ധാരാളം മേഖലകളിലേക്ക് അവർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ടെക്നോളജി സൈഡിലേക്ക് അവരെത്തി. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ദിക്കിൽ ഞങ്ങൾ കമ്പ്യൂട്ടറും വിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയും. കാരണം കമ്പ്യൂട്ടർ വിൽക്കുന്നുള്ളത് കൂടാതെ തന്നെ വലിയൊരു കാര്യങ്ങളും ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനോടനുബന്ധമായ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിൽക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ 10 കമ്പ്യൂട്ടർ വിൽക്കുന്നുണ്ട്.